ലൈവിൽ അക്ബറിൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. ആയുധം വെച്ചുള്ള കളിക്കിടയിലാണ് അക്ബറിൻ്റെ കൈ മുറിഞ്ഞത്. അവിടെ ആ ടാസ്ക് അലമ്പാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അക്ബറും അഭിലാഷും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെന്നത്. വീക്കിലി ടാസ്ക്കായ നൂദിലെ ഫാക്ടറിയുടെ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ ടാസ്ക് ഏത് മുഖേനയും കുളമാക്കണം എന്നുള്ള രീതിയിൽ അക്ബറും അഭിലാഷും ആദ്യം തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുന്നു. എല്ലാവരും വരുന്നു. എന്നാലും അക്ബർ ഓടി ചെന്ന് അവിടെ വെച്ചിരുന്ന ആയുധമെല്ലാം ആദ്യം തന്നെ എടുത്ത് കൈ പിടിക്കുന്നു. ചുറ്റിക എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ നൂറയുടെ സഹായി ആയതുകൊണ്ട് ജിഷിനോട് ആയുധങ്ങളെല്ലാം അക്ബറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറയുന്നു. അങ്ങനെ അക്ബറും ജിഷിനുമായിട്ട് അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഒടുവിൽ ജിഷിൻ അക്ബറിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചുറ്റിക വാങ്ങുന്ന സമയത്ത് അക്ബറിൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയുകയും അങ്ങനെ അക്ബറിൻ്റെ കൈ മുറിയുകയും ചെയ്തു. അങ്ങനെ അക്ബർ ഇപ്പോൾ നിലവിലെ മെഡിക്കൽ റൂമിലേക്ക് പോയിരിക്കുകയാണ്. അക്ബർ വൻ പ്രശ്നമാണ്. ഈ ടാസ്ക് കുളമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് അക്ബർ തന്നെയാണ്. ഈ ടാസ്ക് കൃത്യസമയത്തിനുള്ളിൽ തീർത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് എന്തോ ഗുണമുണ്ട്, നമുക്കെല്ലാവർക്കും മോശമാണ് എന്നാണ് അക്ബർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മുഖേനയും ടാസ്ക് കുളമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അക്ബർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറി ചെന്നതും ഇപ്പോൾ അലമുണ്ടാക്കുന്നതും. ജിഷിനും അക്ബറും തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. അക്ബർ അവസാനം അവിടെ ഇരിക്കുന്ന ചെരുപ്പും സാധനങ്ങളും എല്ലാം തന്നെ എടുത്ത് വലിച്ചെറിയുന്നൊക്കെയുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.